Everyone, welcome back to the channel. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GAMAT 401 മാത്തമാറ്റിക്സ് പേപ്പറാണ്. അതിൽ മോഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിംഗ് ലെമ അല്ലെങ്കിൽ ഡിഗ്രി സം ഫോർമുല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരുന്നു. അപ്പോൾ അതിന്റെ പ്രൂഫാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു: ഫോർ എനി ഗ്രാഫ് G, the sum of the degrees of the vertices equals twice the number of edges. That is sigma I equal to 1 to n, d of vi equal to 2e. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു ഗ്രാഫ് ജി എന്ന് വിചാരിക്കാം. ആ ജിയിലെ ഒരു എഡ്ജാണ് ഇ. ഓക്കെ, ആ ഇയുടെ എൻഡ് വെർട്ടിസസ് ആണ് എന്ത്? യുവും വിയും. അപ്പോൾ യു വി എൻഡ് വെർട്ടിസസ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇ എന്ന് പറയുന്ന ഈ യു വി എന്ന് പറയുന്ന എഡ്ജ് അല്ലെങ്കിൽ യു വി രണ്ട് രീതിയിലും പറയാമല്ലോ. അല്ലെങ്കിൽ ഇ എന്നുള്ള എഡ്ജ് പറയാം, അല്ലെങ്കിൽ യു വി എന്ന് പറയുന്നതും എഡ്ജിന്റെ പേര് തന്നെയാണ്. അപ്പോൾ ഈ ഇ ഈക്വൽ ടു യു വി ഒരു എഡ്ജ് ആണെങ്കിൽ ഇതിന്റെ എൻഡ് വെർട്ടിസസ് ആണ് യുവും വിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രീസ് കൺസിഡർ ചെയ്യുമ്പോൾ യു എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഇ എന്നുള്ള എഡ്ജ് ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇ എന്നുള്ള എഡ്ജ്, if you consider the vertex v, then also the edge e contributes 1 to the degree. ഓക്കെ, അപ്പോൾ യു എന്നുള്ള വെർട്ടെക്സ് എടുക്കുമ്പോൾ ഇ എന്നുള്ള എഡ്ജ് ഒരു ഡിഗ്രി യുവിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വിക്കും ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ടോട്ടൽ 2 ഡിഗ്രീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഏത് എഡ്ജ് എടുത്താലും ഇതുപോലെ തന്നെ അതിൻ്റെ എൻ വെർട്ടിസസ് ഇതുപോലെ 2 ഡിഗ്രീസ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഡിഗ്രി സം എന്ന് പറഞ്ഞത് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇ എന്നുള്ള ഇതുപോലത്തെ എഡ്ജ് ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പ്രൂഫ് പറയാം. ഇനി ഇ എന്നത് ലൂപ്പ് ആണെങ്കിലും, ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യു എന്നുള്ളൊരു വെർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. യുവിന് സ്റ്റാർട്ട് ചെയ്ത് യു തന്നെ തിരിച്ചെത്തുക അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് വെർട്ടെക്സും എൻഡിങ് വെർട്ടെക്സും യു തന്നെയാണ്. അതാണ് ലൂപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ യുവിൽ സ്റ്റാർട്ട് ചെയ്ത് യുവിൽ തന്നെ തിരിച്ചെത്തും. അപ്പോൾ അപ്പോഴും നമുക്ക് സെയിം രീതിയിൽ കൺസിഡർ ചെയ്യാം. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് യു ആണ്, എൻഡിങ് വെർട്ടെക്സും യു ആണ്. രണ്ട് വെർട്ടെക്സും ഡിഗ്രി 1 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എൻഡ് വെർട്ടെക്സും ഡിഗ്രി 1 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സെയിം രീതിയിൽ നമുക്ക് പ്രൂഫ് പറയാം. അപ്പോൾ ടോട്ടൽ ഇപ്പം ഇ എന്നുള്ള ഈ രീതിയിലുള്ള എഡ്ജ് ആണെങ്കിലും ലൂപ്പ് ആണെങ്കിലും നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് ഡിഗ്രി സം എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n, ഡി ഓഫ് വി ഐ എന്ന് പറയുന്നത് 2 into e ആയിരിക്കും. അതായത് നമ്പർ ഓഫ് എഡ്ജസിന്റെ ട്വൈസ് ആയിരിക്കും. അപ്പോൾ ആ പ്രൂഫ് വേണേൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അതുപോലെ ചെറിയൊരു എക്സാമ്പിളും കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾ ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത തിയറം ടെക്സ്റ്റിലെ അടുത്ത തിയറമാണ് ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഈവൻ. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ പല വെർട്ടിസസ് ഉണ്ടാവും. ആ വെർട്ടെക്സിന് ഒന്നുകിൽ ഈവൻ ഡിഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡ് ഡിഗ്രി ആയിരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ നമ്പർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം ഒരു ഈവൻ നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? സിഗ്മ ഈക്വൽ ടു 1 to n, ഡി ഓഫ് വി ഐ എന്ന് പറഞ്ഞാൽ 2e ആണ്. അതായത് ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ എഡ്ജസിന്റെ ട്വൈസ് ആയിരിക്കും അതിലെ വെർട്ടെക്സുകളുടെ ഡിഗ്രീസിന്റെ സം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ എന്ന് നമുക്കറിയാം. ഓക്കെ, അവിടെ ഇ എന്നത് നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഓരോ V1, V2, V3 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഓരോ വെർട്ടിസസ് ആണ്. ഇത് നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഡ് ഡിഗ്രി വരുന്നതും ഈവൻ ഡിഗ്രി വരുന്നതുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. അതായത് നമ്മുടെ ഗ്രാഫിൽ കുറേ വെർട്ടെക്സുകൾ ഉണ്ടാവും. ഓരോ വെർട്ടെക്സുകൾക്കും ഈവൻ ഡിഗ്രി ആയിരിക്കാം ഒന്നുകിൽ, അല്ലെങ്കിൽ ഓഡ് ഡിഗ്രി ആയിരിക്കാം. അതായത് ഇതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ചിലപ്പോൾ 2 ആയിരിക്കാം, 4 ആയിരിക്കാം, 6 ആയിരിക്കാം, 8 ആയിരിക്കാം, അങ്ങനെ വരാം. ഓഡ് നമ്പർ ആയിട്ട് വരുവാണെങ്കിലോ 1 ആവാം, 3 ആവാം, 5 ആവാം, അങ്ങനെ പല രീതിയിൽ ഡിഗ്രീസ് വരാം. ഇപ്പം രണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. അതായത് ടോട്ടൽ ഡിഗ്രി സം എന്നുള്ളതിനെ ഈവൻ നമ്പറുകളുടെ കളക്ഷനായിട്ടും ഓഡ് നമ്പറുടെ കളക്ഷനായിട്ടുള്ള രീതിയിൽ ഡിഗ്രി വരുന്ന രീതിയിൽ സമ്മായിട്ട് എഴുതി. ഓക്കെ, അതായത് ആദ്യത്തത് സിഗ്മ ഡി ഓഫ് വി ജെ എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ ഡിഗ്രി വരുന്ന ഈവൻ നമ്പർ ഡിഗ്രി ആയിട്ട് വരുന്ന വെർട്ടെക്സുകളുടെ കളക്ഷൻ, അതിന്റെ ഈവൻ ഡിഗ്രി സമ്മായിട്ട് ആദ്യത്തെ സമ്മിനെ എഴുതി. അതുപോലെ ഓഡ് ഡിഗ്രി സമ്മായിട്ട് വരുന്നതിനെ, ഓഡ് ഡിഗ്രി വാല്യൂസിന്റെ സമ്മിനെ രണ്ടാമത്തെ സമ്മായിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതി. അപ്പോൾ ഇതിന്റെ രണ്ടിനെയും കൂടെ സമ്മായിരിക്കുമല്ലോ ടോട്ടൽ ഡിഗ്രി സം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു, തൊട്ട് മുമ്പേ പറഞ്ഞു ഈ വാല്യൂ ഒരു ഈവൻ നമ്പറാണ്, ഇതൊരു ഈവൻ നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈവൻ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കണം, ഈവൻ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് RHS ഓഫ് ദ ഇക്വേഷൻ 2 മസ്റ്റ് ബി ഈവൻ ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈവൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും ഈവൻ ആയിരിക്കണം. അതാണ് നമ്മുടെ പ്രൂഫിലേക്ക് എത്തിക്കുന്നത്. ഇനി ഇതിൽ നോക്കാം, ഇത് രണ്ടും ഈവൻ ആവണം. എങ്ങനെ ഈവൻ ആവാൻ പറ്റുക എന്നാലോചിച്ച് നോക്കി. സിഗ്മ ഈവൻ ഓഫ് ഡി ഓഫ് ബി ജെ, അതായത് ഈവൻ നമ്പറുകളുടെ സെറ്റ് വരുന്നു 1 ഡിഗ്രി, ഓഡ് നമ്പറുകളുടെ സെറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, രണ്ടും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈവൻ നമ്പർ വരുന്ന ഡിഗ്രീസിന്റെ സം എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും. എന്നാലോചിച്ച് നോക്കുക, കുറേ വെർട്ടക്സുകളുണ്ട്. ഇപ്പോൾ V1, V2, V3 അങ്ങനെ കുറേ വെർട്ടക്സുകളുണ്ട്. ഈ വെർട്ടക്സുകളുടെയൊക്കെ ഈവൻ നമ്പർ ആയിട്ടാണ് ഇതിൻ്റെ ഡിഗ്രീസ് വരണമെങ്കിൽ അതിൻ്റെയൊക്കെ സം എന്ന് പറഞ്ഞത് ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കില്ലേ. അതായത് ആദ്യത്തെ വെർട്ടക്സിൻ്റെ ഡിഗ്രി 2 ആണെന്ന് വെച്ചു, രണ്ടാമത്തത് 4 ആണെന്ന് വയ്ക്കുക, അടുത്തത് 6 ആണെന്ന് വയ്ക്കുക. ഇതെല്ലാം ഈവൻ നമ്പേഴ്സാണ്. ഈ ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് വേറൊരു ഈവൻ നമ്പർ ആയിരിക്കില്ലേ, 12 എന്ന് പറയും അല്ലേ, 12 ആയിരിക്കും. അപ്പോൾ ഏത് ഈവൻ നമ്പറുകൾ എടുത്താലും അതിൻ്റെ സം എന്ത് തന്നെയാണ്, ഈവൻ നമ്പറാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതേസമയം ഇവിടെ നോക്കി, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മ ഓഡ് ഡി ഓഫ് വി കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും എങ്ങനെ തന്നെയായിരിക്കണം, ഇത് ഓൾറെഡി ഈവൻ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതും എങ്ങനെ തന്നെയായിരിക്കണം, ഈവൻ ആയിരിക്കണം. കാരണം എന്താ, രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ അഡീഷനെ നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു ഈവൻ നമ്പർ ആയിട്ട് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈവൻ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം ഈവൻ ആവണം. ഈ ഒരു പാർട്ട് ഈവൻ ആണെന്ന് നമുക്ക് കിട്ടി. സോ ദിസ് മസ്റ്റ് ബി ഈവൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഈ സെക്കൻഡ് പാർട്ട് എന്താ എടുത്തേക്കുന്നത്, ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടക്സുകളുടെ നമ്പറുടെ എണ്ണമാണ്, സമ്മാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പോർഷൻ എന്ത് തന്നെയായിരിക്കണം, ഈവൻ ആയിരിക്കണം. അതായത് നമുക്ക് എന്ത് പറയാം, ഈ ഭാഗം ഈവൻ ആയിരിക്കണം. എന്നാലേ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞത് ടോട്ടൽ ഒരു ഈവൻ നമ്പർ ആയിട്ട് മാറും. സോ സിഗ്മ ഡി ഓഫ് വി കെ എന്ന് പറഞ്ഞത് ഡി ഓഫ് വി കെ ഓഡ് എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പർ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ പ്രൂഫ്, ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ് എങ്ങനെ എഴുതാം.